അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ്സുന്ന എന്ന റിസാലയുടെ സഹാബത്തുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ വിശദീകരിക്കുന്ന ഭാഗത്താണ് നാം ഉള്ളത്. കഴിഞ്ഞ ദർസിൽ ഗ്രന്ഥകർത്താവ് റഹിമഹുല്ല സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത് സ്വഹാബികളാണ്. ആ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠത ഒന്നാമത് വരുന്നത് അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ്, മൂന്നാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത്തത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അവർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ 4 സ്വഹാബത്തുൾപ്പെടെ ബാക്കി വരുന്ന 6 പേരും, അങ്ങനെ 10 സ്വഹാബികൾ, അവർ മുഹാജിറുകളിൽപ്പെട്ടവരാണ്. അതേപോലെ തന്നെ മുഹാജിറുകൾക്കാണ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ആദ്യ പരിഗണന അല്ലെങ്കിൽ ശ്രേഷ്ഠത. അവർ കഴിഞ്ഞാൽ പിന്നെ അൻസാറുകൾക്കാണ് ആ പരിഗണനയുള്ളത്. ഇത്രയും കാര്യമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മുഹാജിറുകൾ കഴിഞ്ഞാൽ പിന്നെ അൻസാറുകൾക്കാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്. ഇനി അൻസാറുകളിൽ തന്നെ കൂടുതൽ ശ്രേഷ്ഠത ആർക്കാണ്? അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹാജിറുകൾക്ക് ശ്രേഷ്ഠതയുണ്ട് മറ്റുള്ളവരെക്കാൾ. അത് കഴിഞ്ഞാൽ അൻസാറുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ഈ മുഹാജിറുകളിലും അൻസാറുകളിലും തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൻ അഹ്ലി ബദ്രിൻ ലഅല്ലല്ലാഹു തലഅ അലാ അഹ്ലി ബദ്രിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകളിലേക്ക് എത്തി നോക്കി. ഇവിടെ ബദറിൽ പങ്കെടുത്തവർ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ മാത്രമല്ല, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫഖാല, എന്നിട്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഫഖദ് ഗഫർതു ലക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങളും പൊറുക്കപ്പെട്ടു, വരാനിരിക്കുന്ന പാപങ്ങളും അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ശിർക്കല്ലാത്ത വേറെ എന്ത് തെറ്റുകൾ അവരിൽ നിന്ന് വന്നാലും, അവർ അങ്ങനെ മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നവരല്ല സ്വഹാബികൾ. ഇനി ഇൻ കേസ് അങ്ങനെ വന്നാൽ പോലും അള്ളാഹു അവർക്കത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ നന്മയെ പരിഗണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കത് പുറത്തു കൊടുക്കും. മറ്റൊരു റിവായത്തിലുള്ളത്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അപ്പോൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് മറ്റു സ്വഹാബികളെക്കാളെല്ലാം പ്രാധാന്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെയുള്ള പ്രാധാന്യം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണ്. ഇബ്നു അബി സൈദിനിൽ ഖൈറവാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനു സ്വഹാബ,
ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് സ്വഹാബത്തിൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ പിൻപറ്റി വന്ന താബിഈങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ പിൻപറ്റി വന്ന തബഉ താബിഈങ്ങളാണ്. കമാ ഖാല നബിയു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ വ അന്ന അഫ്ളലൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ. ഈ പറഞ്ഞവരാണ് ഈ ഉമ്മത്തിൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത്. സുമ്മ ബഖിയ്യത്തുൽ അശറ, പിന്നീട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബാക്കി വരുന്ന ആളുകൾ. സുമ്മ അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ, പിന്നീട് മുഹാജിറുകളിൽപ്പെട്ട ബദറിൽ പങ്കെടുത്തവർക്ക്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മുഹാജിറുകൾക്കാണ് അൻസാറുകളെക്കാൾ തഖ്ദീം. അതുകൊണ്ട് തന്നെ ബദറിൽ പങ്കെടുത്ത മുഹാജിറുകൾക്ക് ബദറിൽ പങ്കെടുത്ത അൻസാറുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. സുമ്മ മിനൽ അൻസാർ, അതേപോലെ തന്നെ അൻസാറുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അൻസാറുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. വമിൻ ജമീഇ അസ്ഹാബിഹി അലാ ഖദ്രിൽ ഹിജ്റതി വസ്സാബിഖതി വൽ ഫദീല, പിന്നീട് മറ്റു സഹാബികളും ഹിജ്റയിൽ അവർ മുന്നിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത്. ഇവിടെ ഉലമാക്കൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണത്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ശ്രേഷ്ഠത ഹദീസ് കൊണ്ട് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വളരെ ബൃഹത്തായ യുദ്ധമാണല്ലോ ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണോ കൂടുതൽ ശ്രേഷ്ഠത, അതല്ല ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർക്കാണോ? ബൈഅത്തു റിദ്വാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മരണം വരെ പോരാടാം എന്ന് ബൈഅത്ത് ചെയ്ത സ്വഹാബികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ലഖദ് റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അനിൽ മുഅ്മിനീന, വിശ്വാസികളെക്കുറിച്ച്, ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നബിയോട് അവർ ബൈഅത്ത് ചെയ്തു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. ഫഅൻസല സക്കീനത അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ സക്കീനത്ത്, സമാധാനം ഇറക്കിക്കൊടുത്തു. വ അസാബഹും ഫത്ഹൻ ഖരീബ, സമീപസ്ഥമായൊരു വിജയം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ലഖദ് റളിയല്ലാഹ്, അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പ്രത്യേകം പറയുന്നു. അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ പ്രവാചകനോട് ബൈഅത്ത് ചെയ്തു. മരണം വരെ റസൂലുള്ളാഹിൻ്റെ കൂടെ നിൽക്കാമെന്നും ശത്രുക്കൾക്കെതിരെ പോരാടാമെന്നും തുടങ്ങിയിട്ടുള്ള ബൈഅത്തായിരുന്നു അത്. ഏകദേശം 1000-ഓളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. 1500 എന്നൊക്കെ ചില റിവായത്തിൽ കാണാം. അത്രയും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോരാടാൻ തീരുമാനിച്ചു, തഹ്ത ഷജറ, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച്. അതുകൊണ്ടാണ് ഇതിനെ ബൈഅത്തു റിദ്വാൻ എന്ന് പേര് നൽകപ്പെട്ടത്. കാരണം ആ ബൈഅത്ത് അല്ലാഹു തൃപ്തിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ലഖദ് റളിയല്ലാഹ്, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബൈഅത്തു റിദ്വാൻ എന്നതിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും കറകളഞ്ഞ ഇഖ്ലാസോടുകൂടി ഒരു നിലക്കും നിഫാഖില്ലാത്ത ബൈഅത്തായിരുന്നു അത്. സത്യസന്ധമായ ബൈഅത്തായിരുന്നു. അതുകൊണ്ടാണ് ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അറിഞ്ഞുകൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അത് വളരെ വലിയ ഒരു ദർജയാണ്. നോക്കൂ, കാരണം ഇത് പറയുന്നത് അല്ലാഹുവാണ് സുബ്ഹാനഹു വ തആല. മനുഷ്യ ഹൃദയങ്ങളുടെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളെ, വേലിയേറ്റങ്ങളെ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അങ്ങനെയുള്ള റഹ്മാനായ റബ്ബാണ് പറയുന്നത്, അവരുടെ ഹൃദയത്തിലുള്ളത് ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്രയും ക്ലിയറായിരുന്നു അവരുടെ ഹൃദയം, യാതൊരു കളങ്കവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അൻസല സക്കീനത അലൈഹിം, അള്ളാഹു അവർക്ക് പ്രത്യേകമായ സക്കീനത്ത് അവതരിപ്പിച്ചു കൊടുത്തു, അവരുടെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തു. അസാബഹും ഫത്ഹൻ ഖരീബ, അതിനുശേഷം അവർക്ക് വമ്പിച്ചൊരു ഫത്ഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് ലഭിക്കുന്ന സമാധാനം, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സക്കീനത്ത്, തുമഅനീനത്ത്, അതിന് അടിസ്ഥാനമായി വർത്തിക്കുന്നത് അവരുടെ ഇഖ്ലാസാണ് എന്നതിലേക്കുള്ള ഒരു തെളിവ് കൂടി ഇതിലുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ ആയത്തിൽ നിന്ന് നമ്മളുടെ വിഷയത്തിന് പുറമെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിലൊന്ന്, ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സക്കീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകയും അവർക്ക് സക്കീനത്ത് ഇറക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ ഇഖ്ലാസ് അനുസരിച്ചാണ് മനുഷ്യർക്ക് തുമഅനീനത്ത് ലഭിക്കുന്നത്, സക്കീനത്ത് ലഭിക്കുന്നത്. അതേപോലെ തുടർന്നുള്ള വിജയങ്ങളുടെയും അടിസ്ഥാനം ഇഖ്ലാസാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സക്കീനത അലൈഹിം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലുള്ളത് അറിഞ്ഞു, അതിനാൽ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ റിദ്വാൻ നമുക്ക് ലഭിക്കാനും ഹൃദയവിശുദ്ധിയാണ് കാരണമായിത്തീരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുക, തുമഅനീനത്ത് ലഭിക്കുക, അസാബഹും ഫത്ഹൻ ഖരീബ, സമീപസ്ഥമായ വിജയം ലഭിക്കുക, ഇത് മൂന്നിനും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഇഖ്ലാസാണ് എന്ന പാഠം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ സ്വഹാബികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തൃപ്തിപ്പെട്ടത്. അവരെക്കുറിച്ച് ലഖദ് റളിയല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളുടെ ഫضല് കഴിഞ്ഞാൽ പിന്നെ, എന്ന് പറഞ്ഞാൽ അഹ്ലു ബദറിനാണ് ആദ്യം മുൻഗണന. അത് കഴിഞ്ഞാൽ പിന്നെ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധാരാളം സ്വഹാബികൾ, 70ഓളം സ്വഹാബികൾ ഷഹീദായി. മുസ്ലിമീങ്ങൾക്ക് ധാരാളം പരിക്ക് പറ്റി. പക്ഷേ നിർണായകമായ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിന്ന് അവർ പോരാടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ശ്രേഷ്ഠത എന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തവർക്കാണ്. പക്ഷേ കൂടുതൽ തർജീഹ്, റുജ്ഹാൻ, അത് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർക്കാണ് എന്നതാണ്. കാരണം ഖുർആനിൻ്റെ തെളിവ് വെച്ചുകൊണ്ട് മഹാന്മാരായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവരെക്കുറിച്ച് ഡയറക്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഖദ് റളിയല്ലാഹ്, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്നാണ്. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തതിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ചിലർ, മിൻകും മൻ യുരീദുദ് ദുനിയാ വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളിൽ ചിലർ ദുനിയാവിനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ജബലുർ റുമാത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച്, അള്ളാഹുവിൻ്റെ റസൂല് വളരെ കൃത്യമായി പറഞ്ഞതാണ്, യുദ്ധം ജയിക്കുന്നത് കണ്ടാലും യുദ്ധം തോൽക്കുന്നത് കണ്ടാലും രണ്ടവസ്ഥയിലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല. ഞങ്ങൾ ഗനീമത്ത് സ്വത്ത് എടുത്ത് ശേഖരിക്കുന്നത് കണ്ടാലും എൻ്റെ കൽപ്പനയില്ലാതെ വരരുത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം, ഒരു ഇജ്തിഹാദിന് പ്രസക്തിയില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവരിൽ വലിയ ഒരു സംഘം, 50 ആളുകളിൽ തന്നെ ഏകദേശം 12 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് നിങ്ങളിൽ ചിലർ ദുനിയാവ് ഉദ്ദേശിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്.
എന്നാൽ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവരെ കുറിച്ച് പറഞ്ഞത് ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ഒരാളിലും പരലോകമല്ലാത്ത ചിന്ത ഉണ്ടായിരുന്നില്ല. ഉഹദിൽ പങ്കെടുത്തവരെ കുറിച്ച് പറഞ്ഞപ്പോഴോ അഫല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് മാപ്പ് നൽകട്ടെ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകപ്പെടാൻ മാത്രം എന്തോ ഒന്ന് അവരിൽ ചിലർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായ പ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞു ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർക്കാണ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരെക്കാൾ ശ്രേഷ്ഠത. അത് കഴിഞ്ഞാൽ പിന്നെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അപ്പോൾ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഗ്രന്ഥകർത്താവ് സൂചിപ്പിച്ചതുപോലെ സ്വഹാബികളിൽ 4 ഖലീഫമാർ, പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, അവരെല്ലാം മുഹാജിറുകളിൽപ്പെട്ടവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അൻസാറുകളിൽപ്പെട്ടവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബൈഅത്തു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമാണ് അതിൽ കൂടുതൽ ശ്രേഷ്ഠത. അൻസാറുകളിൽ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മുഹാജിറുകളിൽ അശറത്തുൽ മുബശ്ശറക്ക് ശേഷമുള്ള ബാക്കിയുള്ള ആളുകൾ. ഇതാണ് അതിൻ്റെ ഒരു തർത്തീബ്. അത് കഴിഞ്ഞാൽ പിന്നെ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർ, അത് കഴിഞ്ഞാൽ പിന്നെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ, അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യുദ്ധങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ സുഹബത്തുള്ളവർ. അതാണ് ഏറ്റവും കൂടുതൽ ഹിജ്റയിൽ തഖ്ദീമുള്ളവർ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാചകൻ്റെ കൂടെ സുഹബത്തുള്ള ധാരാളക്കണക്കിന് സ്വഹാബികൾ. ഈ സ്വഹാബികൾക്കാണ് ശ്രേഷ്ഠതയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മുഅ്മിനായിക്കൊണ്ട് ഒരു തവണയെങ്കിലും നോക്കി കണ്ട അവസാനത്തെ വ്യക്തി വരെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് ജീവിച്ചിരിക്കെ കണ്ട മുസ്ലിമായി കാണുകയും ശേഷം അയാൾ മുസ്ലിമായിട്ടാണ് മരണപ്പെടുകയും ചെയ്തതെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠത വളരെ വ്യക്തമാണ്. ആ സ്വഹാബത്തിൻ്റെ മൻഹജ് പിൻപറ്റുന്ന ആളുകൾക്ക് ഇൻഷാ അള്ളാഹ് യാതൊരു കാരണവശാലും അവർ വഴിപിഴച്ചു പോവുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാം തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിലുള്ളത്. വസ്സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവിടെ ഇഹ്സാനോടുകൂടി അവരെ ഇത്തിബാ ചെയ്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ സ്വഹാബികളുമാണ്. അതുകൊണ്ടാണ് മുഴുവൻ സ്വഹാബികളും ഉദൂലുകളാണ്, സത്യസന്ധരാണ്, അവരുടെ ഹദീസുകളെല്ലാം സ്വീകാര്യമാണ്. ഏതൊരു സ്വഹാബി, അതുകൊണ്ടാണ് ഒരു സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും മജ്ഹൂലായിട്ട് ആ വ്യക്തി അറിയപ്പെടില്ല. ശ്രദ്ധിക്കുക, സ്വഹാബികളല്ലാതെ ഒരു ഹദീസിൻ്റെ സനദിൽ താബിഇയായ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ പേര് പറയുന്നില്ലെങ്കിൽ ആ ഹദീസ് ദുർബലമാണ്. കാരണം എന്താണ്? മജ്ഹൂലായ ഒരു റാവി അതിൻ്റെ സനദിലുണ്ട്, മജ്ഹൂലായ ഒരു റാവി സനദിലുണ്ട്. താബിഇ എന്ന് പറഞ്ഞു എന്നല്ലാതെ ആരാണ് ഈ താബിഇ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മജ്ഹൂലുൽ ഹാല് മജ്ഹൂലാണ്. അതുകൊണ്ട് ആ ഹദീസ് വഈഫാണ്, സ്വീകരിക്കില്ല. അത് തബഊ താബിഈങ്ങളിൽപ്പെട്ട ആരാകട്ടെ, സ്വഹാബത്തല്ലാത്ത വേറൊരാളുടെ പേരുമില്ലെങ്കിൽ, കാരണം പേരുണ്ടെങ്കിലേ അവരെ പറ്റി അന്വേഷിക്കാൻ പറ്റുള്ളൂ, ആ ഹദീസ് ദുർബലമാണ്. എന്നാൽ അൻ ബഅദി അസ്ഹാബിഹി, നബിയുടെ ഇന്ന സ്വഹാബികളിൽ നിന്ന് അല്ലെങ്കിൽ ചില സ്വഹാബികളിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഹദീസ് സഹീഹാണ്. എന്തുകൊണ്ട്? സ്വഹാബികളിൽ നിന്നാണ് എന്ന് സത്യസന്ധനായ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്വഹാബി ആരാണ് എന്നറിയേണ്ട ആവശ്യമില്ല, ആ സ്വഹാബിയുടെ പേരറിയേണ്ട ആവശ്യമില്ല, ആ സ്വഹാബിയെക്കുറിച്ച് അയാൾ സത്യസന്ധനായിരുന്നോ അല്ലേ എന്ന് അന്വേഷിക്കേണ്ടതില്ല. ഒരു വ്യക്തി സ്വഹാബിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വഹാബിയുടെ ഹാലിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. അവരെല്ലാവരും ഉദൂലുകളാണ്. അതിന് ഈ ആയത്ത് വളരെ ശക്തമായ തെളിവാണ്. സൂറത്തു തൗബയിലെ വസ്സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിറുകളിലും അൻസാറുകളിലും അത് ഒതുങ്ങിയില്ല. പിന്നെ അവരെ ഫോളോ ചെയ്ത് വന്നവരെല്ലാം റളിയല്ലാഹു അൻഹും വറളു അൻ ജമീഅൻ. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻ,
അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം സഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇജ്തിഹാദിയായ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ലാ യദുറുഹും, ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെയാണ് അഹ്ലുസുന്നയും പിഴച്ച കക്ഷികളും വേർതിരിയുന്നത്. അഹ്ലുസുന്നയും പിഴച്ച കക്ഷികളും വേർതിരിയുന്നത് അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ സ്വഹാബത്തിനെക്കുറിച്ച് ഖവാരിജികളോ ഷിയാക്കളോ ഒന്നും അതിനെക്കുറിച്ച് പറയാറില്ല. പക്ഷേ നബിയുടെ കാലശേഷമുണ്ടായ ഖിലാഫത്ത്, അതേപോലെ തന്നെ സ്വഹാബികൾക്കിടയിലുണ്ടായ ചില യുദ്ധങ്ങൾ, അതവർ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, ഉണ്ടായിത്തീർന്നതാണ്. അതിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ, ഭാഗവാക്കായിട്ടുള്ളൂ. ഭൂരിപക്ഷ സ്വഹാബികളും അതിൽ നിന്ന് വിട്ടുനിന്നവരാണ്. ഒരു ന്യൂനപക്ഷം അതിൽ പരീക്ഷിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ പാപങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇജ്തിഹാദിയായ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ പോലും ആ അബദ്ധം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. എന്നാൽ ഈ അബദ്ധങ്ങളുടെ പേരിലാണ് ഇന്നും പലരും സ്വഹാബത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട ചില എഴുത്തുകാർ, ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനുൽ മുസ്ലിമൂനും അടക്കമുള്ള ഷിയാക്കളോടോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളുടെ ആശയങ്ങളോട് ഏതെങ്കിലും നിലക്ക് സാമ്യതയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമായി പറഞ്ഞവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മോശമായി പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ വരെ ഉണ്ട്. മലയാളത്തിൽ വരെ ജമാഅത്തെ ഇസ്ലാമിക്കാരിറക്കിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ, NDF-കാരിറക്കിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനായി ചിത്രീകരിക്കുക, അലി റളിയല്ലാഹു അൻഹുവിനെ ഉയർന്ന ആളായി ചിത്രീകരിക്കുക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവിന് തഖ്ദീം ചെയ്യുക, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമായി പറഞ്ഞ ആളുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വെറുതെ ഹദീസ് കെട്ടിയുണ്ടാക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞവർ ഒക്കെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും അത് വാദിക്കുന്നുണ്ട്. പൂർവ്വകാലങ്ങളിൽ പിഴച്ചുപോയ ഖവാരിജികൾ, മുഅ്തസിലിയാക്കൾ, ഷിയാക്കൾ, റാഫിളിയാക്കൾ തുടങ്ങിയ ആളുകളൊക്കെ കൊണ്ടുവന്ന അവരുടെ അടിസ്ഥാന ആശയമായി കൊണ്ടുവന്ന വ്യതിയാനങ്ങളെ അറിഞ്ഞോ അറിയാതെയോ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾ അതിൻ്റെ ശുബ്ഹാത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ച് അവരുടെ സംസാരങ്ങളിലും അവരുടെ കൃതികളിലുമൊക്കെ അത്തരം ആശയങ്ങൾ വരാനുള്ള കാരണം അതുപോലുള്ള വിഷയങ്ങളിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടും മൻഹജും അറിയാത്തത് കൊണ്ടാണ്. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൻ്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള വലിയ വലിയ ഇമാമിയങ്ങൾ അഖീദയുടെ കിതാബുകളിൽ, ഉസൂലുസുന്നയുടെ കിതാബുകളിൽ സ്വഹാബത്തിനോടുള്ള നിലപാട് പറയാനുള്ള കാരണം അതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെയും നബി പത്നിമാരെയും വഴക്ക് പറഞ്ഞവരുണ്ട്, പലരെയും. മഅദല്ലാഹ്, അള്ളാഹുവിൽ അഭയം. അത്തരം അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സ്വഹാബത്തിൻ്റെ ഉദൂല്, അവരുടെ സത്യസന്ധത, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, ഒരു നിലക്കും അവരെ വെറുക്കാൻ പാടില്ല എന്നുള്ളത്, ഒരു നിലക്കും അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്, ഒരു നിലക്കും അവരെ അധിക്ഷേപിക്കാൻ പാടില്ല എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അസ്ലിൽപ്പെട്ടതാണ്. ഒരു സ്വഹാബിക്ക് മറ്റൊരു സ്വഹാബിയേക്കാളുള്ള ഫള് നമുക്ക് പറയാം. അതാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ചത്. അതിന് യാതൊരു വിലക്കുമില്ല. പക്ഷേ അത് വേറെ ഒരു സ്വഹാബിയെ അധിക്ഷേപിക്കാനോ കുറ്റം പറയാനോ ഉള്ള തെളിവല്ല, ലൈസൻസ് അല്ല, ഒരിക്കലും അത് പാടില്ല. അതാണ് ഗ്രന്ഥകർത്താവ് നമുക്ക് ഈ ഒരു വലിയൊരു ഇബാറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. ചുരുക്കത്തിൽ ഇതേപോലെയുള്ള മുത്തൂനുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉസൂലുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ആ മൻഹജിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാം. അതില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ നാടുകളിൽ ആളുകൾ പല നിലക്കുമുള്ള വസ്വാസുകളിലും ശുബ്ഹാത്തുകളിലും. ഒരു വേള സലഫി മൻഹജ് പിൻപറ്റുന്നവരാണ്, അഹ്ലുസുന്നയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും പലപ്പോഴും അതിലൊക്കെ അബദ്ധങ്ങൾ പറ്റാനുള്ള കാരണം കേവല അവകാശവാദങ്ങൾക്കപ്പുറത്ത് ആ മൻഹജിനെ വ്യവസ്ഥാപിതമായി പഠിക്കുന്നതിൽ പലരും പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിയായ ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ
വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.